ദേവികുളം മുൻ എം.എൽ.എയും CPM നേതാവുമായിരുന്ന എസ് രാജേന്ദ്രൻ BJPയിൽ അംഗത്വം സ്വീകരിച്ചു. BJP സംസ്ഥാന ഓഫീസിലെത്തിയ എസ് രാജേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ BJPയിലേക്ക് സ്വീകരിച്ചു. മലയോര മേഖലയിലെ സമഗ്ര വികസനം BJPയിലൂടെ യാഥാർത്ഥ്യമാകുമെന്ന് എസ് രാജേന്ദ്രൻ പറഞ്ഞു. അതേസമയം തീവ്രവാദ ശക്തികളെ ഉപയോഗിച്ച് ഭരണം പിടിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാട്ടി. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ മലയോര മേഖലകളിൽ CPMന് കനത്ത തിരിച്ചടി നൽകിയാണ് മുൻ MLAയും CPM നേതാവുമായ എസ് രാജേന്ദ്രൻ BJPയിൽ ചേർന്നത്. ട്രേഡ് യൂണിയൻ രംഗത്ത് CPMനെ കാൽപതിറ്റാണ്ടിലേറെ നാൾ നയിച്ച നേതാവിന്റെ BJP പ്രവേശനം രാഷ്ട്രീയമായി കനത്ത തിരിച്ചടിയാണ് CPMന് നൽകുന്നത്. CPMലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും ഉപദ്രവിക്കരുതെന്ന് പലപ്പോഴും CPMനോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും എസ് രാജേന്ദ്രൻ പറഞ്ഞു. മലയോര മേഖലയിലെ സമഗ്ര വികസനം BJPയിലൂടെ യാഥാർത്ഥ്യമാകുമെന്നും എസ് രാജേന്ദ്രൻ വ്യക്തമാക്കി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും 10% ഇന്ത്യയുടെ മുന്നണി ആ ബന്ധം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് നിഷേധിക്കാനാവില്ല. ഇന്ത്യയിൽ 2 സംസ്ഥാനത്ത് മാത്രമാണ് വ്യത്യസ്ത രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായത്. കേരളത്തിൽ ഇത്ര വേഗം അങ്ങനെ ഒരു മാറ്റം വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിനെ അതിരൂക്ഷമായാണ് BJP സംസ്ഥാന അധ്യക്ഷൻ വിമർശിച്ചത്. തീവ്രവാദ ശക്തികളെ കൂടെ കൂട്ടി ഭരണം പിടിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും രാജ്യത്തുടനീളം അഴിമതി കാണിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ജമാഅത്ത് പോലെയുള്ള അപകട രാഷ്ട്രീയത്തിനാണ് കോൺഗ്രസ് ഊന്നൽ നൽകുന്നതെന്നും വിമർശനം. ജമാഅത്ത് പോലെ ഒരു തീവ്രവാദ സംഘടനയെ മെയിൻ സ്ട്രീം പോളിറ്റിക്സിൽ കൊണ്ടുവന്നാൽ ഇതൊന്നും നടക്കില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ BJP ആരംഭിച്ചിരിക്കെയാണ് കോൺഗ്രസിനെ BJP സംസ്ഥാന അധ്യക്ഷൻ അതിരൂക്ഷമായി വിമർശിച്ചത്. ജനം, തിരുവനന്തപുരം.